മലകളുടെയും മഞ്ഞുമൂടിയ പാതകളിലൂടെയും ഒരു യാത്ര. കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ചുരം വഴി. എന്നാൽ ഈ മനോഹാരിതയുടെ മറുവശത്ത് അപകടങ്ങളും പ്രകൃതി ദുരന്തങ്ങളും പതിവാണ്. വയനാടിനെയും കോഴിക്കോട് ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാത 766 സ്ഥിതി ചെയ്യുന്ന വയനാട് ചുരം ഏകദേശം 12 കിലോമീറ്ററോളം നീളമുള്ള ഈ പാത 9 ഹെയർപിൻ വളവുകൾ കൊണ്ട് പ്രശസ്തമാണ്. ചുരത്തിനൊപ്പമുള്ള കഥകളിൽ കരിന്തണ്ടനെ പറയാതിരിക്കാനാകില്ല. വഴി കാണിച്ചു കൊടുത്തതിന് ശേഷം വെള്ളപ്പടയുടെ ഇരയാവുകയും അശാന്തമായി സഞ്ചരിച്ച ആത്മാവിനെ ഒറ്റ വൃക്ഷത്തിൽ ബന്ധിച്ചതും ആർക്കും അറിയാത്തതുമല്ല. നിങ്ങൾക്കൊരിക്കലെങ്കിലും വയനാട് ചുരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ തോന്നിയിട്ടുണ്ടോ ഈ മനോഹരമായ വഴി കേരളത്തിലെ ഏറ്റവും അപകടകരമായ വഴികളിലൊന്നാണെന്ന്? മഴക്കാലങ്ങളിൽ മണ്ണിടിച്ചിലും കല്ലുവീഴ്ചയും പതിവായി ഉണ്ടാകുന്നു. വേനലിലും ഇത് ഭീതി പടർത്തുന്നു. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഗതാഗത തടസ്സങ്ങൾ, ആംബുലൻസ് പോലെയുള്ള അടിയന്തര വാഹനങ്ങൾക്ക് പോലും യഥാസമയത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നതും. റോഡ് സുരക്ഷാ ക്രമീകരണങ്ങളാണ് മറ്റൊരു പ്രശ്നം. മുന്നറിയിപ്പ് അടയാളങ്ങളും റോഡ് ഫ്ലാഗുകളുമില്ല. വളവുകളിലെ സുരക്ഷാ ബാരിയറുകൾ ഡാമേജ്ഡ് ആണ്. ഫോറസ്റ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇൻസ്റ്റൻ്റായി ഇടപെടുന്നുണ്ടെങ്കിൽ പോലും പരിഹാരങ്ങൾ നീണ്ടു നിൽക്കുന്നതല്ല. ചുരത്തിലെ പ്രശ്നങ്ങൾ വളരെയധികം ഭീഷണികരമായി കൊണ്ടിരിക്കുകയാണ്. പരിഹാരമായുള്ള ടണൽപാത സംസാരം ചർച്ചകളിൽ മാത്രം ഒളിഞ്ഞിരിക്കുന്നു. പദ്ധതിയുടെ ചിലവ്, പരിസ്ഥിതി, തദ്ദേശീയ സമൂഹങ്ങൾ, വന്യജീവികൾ തുടങ്ങിയവയുടെ എല്ലാ കാര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ പോലും ഉടനടി എന്ത് ചെയ്യണമെന്നാണ് ആലോചിക്കേണ്ടത്. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കണം. മുൻകൂട്ടി മുന്നറിയിപ്പ് അടയാളങ്ങളും റോഡ് ഫ്ലാഗുകളും സ്ഥാപിക്കണം. സുരക്ഷാ ബാരിയറുകൾ നന്നാക്കണം. രാത്രികാലം കൂടുതൽ സുരക്ഷിതമാക്കാൻ സ്ട്രീറ്റ് ലൈറ്റുകളും റിഫ്ലക്ടറുകളും കൂട്ടിച്ചേർക്കണം. പ്രദേശവാസികളും പോലീസ് വകുപ്പും ചുരം സംരക്ഷണ സമിതിയും ചേർന്ന് ഒരു അലേർട്ട് സിസ്റ്റം രൂപപ്പെടുത്തണം. ഈ ചുരം വയനാട്ടുകാരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എത്രമേൽ മനോഹരമാണോ അത്രമേൽ തന്നെ സുരക്ഷിതയുള്ളത് കൂടിയാവണം.